സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു സായങ്കാലവും രാത്രിയും നല്ലൊരു വിശ്രമവും നല്ല സ്വപ്നങ്ങളും തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിക്കണമേ. ആമേൻ. ദൈവമേ, ഞങ്ങളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിക്കണമേ. നാം പ്രാർത്ഥിക്കാം. എനിക്കൊരു ദോഷവും വരികയില്ല, ഒരു തിന്മയും എനിക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും എന്നെയോ എൻ്റെ ഭവനത്തെയോ തൊടുക പോലുമില്ലെന്ന് ദൈവമായ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 16 തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 16 തിരുവചനം. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും, അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും എല്ലാം നമുക്ക് ദൈവമായ കർത്താവിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ സായം സന്ധ്യയിൽ നമ്മളെല്ലാം വീട്ടിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചില പാർക്കുകളിലോ, ചിലപ്പോൾ നമ്മൾ എക്സസൈസ് എടുക്കുന്ന ചില സമയങ്ങളാകാം, നാളത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാകാം, ചിലപ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിലായിരിക്കാം. ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചില മനസ്സിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ആഴങ്ങളിൽ ചില ടെൻഷനും ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ചില ചിന്തകളും നേടാൻ പറ്റാത്ത ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറേ തടസ്സങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവാം. പക്ഷെ ദൈവവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, അജ്ഞാതമായ ഒരു മാർഗത്തിൽ കണ്ണ് കാണാത്തവരെ ഞാൻ നയിക്കും. നമുക്കറിയാത്തൊരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളെ കൂടെ കണ്ണ് കാണാത്ത വേറൊരാളെയും കൂടി കൂട്ടിയാലോ നമ്മുടെ ടെൻഷനും ആകുലതയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കാം നമ്മുടെ കുടുംബജീവിതവും, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ ജീവിത പങ്കാളി ഉണ്ടാവാം, മക്കളുണ്ടാവാം, അതിനെക്കുറിച്ച് ഒരുപാട് ആകുലപ്പെടുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ദൈവം പറയാണ്, അജ്ഞാതമായ ഒരു വഴിയിൽ കൂടി ഒരു അന്ധനെ നടത്തുന്നത് പോലെ ദൈവം എത്ര പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും നമ്മളെ ദൈവം നടത്തും. ഹല്ലേലൂയ. നമുക്കറിയാത്തൊരു പാതയിൽ കൂടി ദൈവം നമ്മളെ സന്തോഷപൂർവ്വം നടത്തും. നമ്മുടെ മുമ്പിലുള്ള ചില അന്ധകാരം ഉണ്ടാവല്ലോ, നാളത്തെ ചില ഇൻ്റർവ്യൂവിനെക്കുറിച്ച്, പരീക്ഷകളെക്കുറിച്ച്, ചില ബിസിനസ്സുകളെക്കുറിച്ച്. നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു സ്ഥലം മേടിക്കാൻ പോകുന്ന ആളാകാം, യാത്ര ചെയ്യുന്ന ആളാകാം, പുതിയ ഒരു വീട് മേടിക്കുന്ന ആളാകാം, ചില പുതിയ വിഷയങ്ങൾ പഠിക്കാൻ, പുതിയ കോഴ്സുകൾക്ക് ചേരുന്ന ദിവസമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കാം. വചനം പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവം ആ അന്ധകാരമെല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ട് നിറയ്ക്കും. അന്ധകാരമെല്ലാം മാറ്റി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ട് നിറയ്ക്കും. ദുർഘടമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം ഉണ്ടാവാം. വചനം പറയാണ്, ദൈവം അതെല്ലാം നിരപ്പാക്കുകയും ദൈവം നമ്മളെ ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും ദൈവം നമ്മുടെ കുടുംബത്തെയും നമ്മളെയും നമ്മുടെ ബന്ധുജനങ്ങളെയും കാത്തു സൂക്ഷിക്കട്ടെ. നല്ല സ്വപ്നങ്ങളുള്ള ഒരു രാത്രി തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല സ്വപ്നങ്ങളുള്ള ഒരു രാത്രി തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥന, നല്ലൊരു ആരോഗ്യം തന്ന് അവർക്കുണ്ടാകട്ടെ. ഉറക്കമൊന്നുമില്ലാതെ ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം ദൈവം നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും മാറ്റി ദൈവം സന്തോഷം നിറഞ്ഞ ഒരു ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെയും
നാളത്തെ ദിവസത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആകുലപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അജ്ഞാതമായ വഴിയിൽ അന്തരേ ദൈവം നടത്തുന്നത് പോലെ നിങ്ങളെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ പ്രതിസന്ധി ഇല്ലാതെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പുതിയ ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലി മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച്, നല്ല യാത്രകൾ ചെയ്യാൻ വേണ്ടി ദീർഘയാത്രകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് ദൈവം നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും വിജയത്തിലേക്ക് നയിക്കട്ടെ. നല്ല ആരോഗ്യം, നല്ല മനസ്സും തന്ന ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തമാശകളും വാത്സല്യം നിറഞ്ഞ പ്രവൃത്തികളും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. നല്ല കുടുംബ പ്രാർത്ഥനയുള്ള ഭവനമായിട്ട് നിങ്ങൾ മാറും. നിങ്ങളുടെ കുടുംബത്തെ നോക്കി ആൾക്കാർ പറയട്ടെ, നല്ല ഐശ്വര്യമുള്ള കുടുംബമാണെന്ന് പറയട്ടെ. ദൈവം നമ്മളെല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നാളെ ഡെയിലി ബ്ലെസ്സിങ് 5:30 നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.